ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി അമീർ ഹുസൈനും അടക്കമുള്ളവർ മരിച്ചെന്ന് റിപ്പോർട്ട്. തകർന്ന കോപ്റ്ററിന് സമീപമെത്തിയ രക്ഷാപ്രവർത്തകർക്ക് ജീവനോടെ ആരെയും കണ്ടെത്താനായില്ല. രക്ഷാപ്രവർത്തനത്തിന് എത്തിയ തുർക്കിയുടെ ഡ്രോണാണ് തകർന്ന കോപ്റ്ററുണ്ടായിരുന്ന സ്ഥലം കണ്ടെത്തിയത്. ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിനശിച്ചതായി രക്ഷാപ്രവർത്തകർ അറിയിച്ചു. രക്ഷാദൗത്യത്തിന് റഷ്യയുടെയും സഹായം ലഭിച്ചിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേക പരിശീലനം ലഭിച്ച സംഘത്തെ അയച്ചതായി റഷ്യ അറിയിച്ചിരുന്നു. കഴിഞ്ഞ 12 മണിക്കൂറായി 40-ലേറെ സംഘങ്ങൾ തിരച്ചിൽ തുടരുകയാണ്. വടക്കു പടിഞ്ഞാറൻ ഇറാനിയൻ പ്രവിശ്യയായ ഈസ്റ്റ് അസർബൈജാനിലെ ജോൽഫ നഗരത്തിൽ ഞായറാഴ്ച റൈസിയുടെ ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങിയെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ അറിയിച്ചത്. ഈസ്റ്റ് അസർബൈജാൻ ഗവർണർ മാലിക് റഹ്മാത്തി അടക്കമുള്ളവരും ഈ കോപ്റ്ററിലുണ്ടായിരുന്നു. അയൽരാജ്യമായ അസർബൈജാനിലെ പ്രസിഡന്റ് ഇൽഹാം അലിയേവിനൊപ്പം അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങുകയായിരുന്നു റൈസി. അദ്ദേഹവും അനുചരരും 3 ഹെലികോപ്റ്ററുകളിലാണ് സഞ്ചരിച്ചത്. മേഖലയിൽ കനത്ത മഴയും മൂടൽമഞ്ഞും അനുഭവപ്പെട്ടിരുന്നു. ഇതായിരിക്കാം കോപ്റ്റർ പെട്ടെന്ന് ഇടിച്ചിറങ്ങാൻ കാരണം. റൈസി ഉണ്ടായിരുന്ന കോപ്റ്ററാണ് ഇടിച്ചിറങ്ങിയതെന്ന് ഇറാനിയൻ ആഭ്യന്തരമന്ത്രി അഹമ്മദ് വാഹിദി സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം ഇറാനിയൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷമറിയിച്ച് ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു വിഭാഗം ജനങ്ങൾ പടക്കം പൊട്ടിച്ചും മറ്റും ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. പ്രസിഡന്റിന്റെ അഭാവത്തിൽ ഭരണതലപ്പത്ത് അട്ടിമറി സാധ്യത കണക്കിലെടുത്ത് ടെഹ്റാനിൽ സൈന്യം ഇറങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. സമാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് പേരുകേട്ട 30,000 രാഷ്ട്രീയ തടവുകാരുടെ മരണത്തിന് ഇടയാക്കിയ കുപ്രസിദ്ധമായ 1988-ലെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം വഹിച്ച ടെഹ്റാൻ ഡെത്ത് കമ്മീഷൻ അംഗമായിരുന്നു ഇബ്രാഹിം റൈസി.